എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടതായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉലുവ വിളയിച്ചതാണ്. ഈ ഒരു രീതിയിൽ ഉലുവ വിളയിച്ച് നമുക്ക് ഒരാഴ്ച കാലത്തോളം പുറത്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ തീരുന്നത് വരെയും കഴിക്കുന്നതിനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചും നമുക്ക് സൂക്ഷിക്കാവുന്നതുമാണ്. കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ ദേഹരക്ഷക്കായിട്ട് പണ്ട് മുതലേ നമ്മുടെ കാരണന്മാർ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഒന്ന് തന്നെയാണ് നടുവേദന അകറ്റാനും കൈകാലുകൾ വേദന, ശരീരത്തിനെ ബാധിക്കുന്ന കൊളസ്ട്രോൾ അകറ്റാനും പ്രസവശേഷം ദേഹരക്ഷക്കായിട്ടും മുലപ്പാൽ വർധനവിനും വളരെ ഉത്തമമായ ഒന്ന് തന്നെയാണ്. ഇനിയിപ്പോ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി വെക്കാം. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് ഉലുവ വിളയിച്ചെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഉലുവ വിളയിച്ചെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ള 1/4 കിലോ ഉലുവയാണിത്. ഉലുവ കുതിർത്തിയെടുക്കുന്നത് ഇത് എളുപ്പത്തിൽ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കുക്കറിൽ വെച്ചിട്ടല്ല ഉലുവ വേവിച്ചെടുക്കാൻ പോകുന്നത്, ചട്ടിയിൽ വെച്ച് തന്നെയാണ്. അതുപോലെ ഉലുവ കഴുകിയെടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ ആയിരിക്കണം വേവിച്ചെടുക്കേണ്ടതും. ഉലുവയുടെ ഒരു തരി പോലും ഗുണങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ടും. ഇനി നമുക്ക് ഈ ഉലുവ വാരി വേവിച്ചെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. ഉലുവ ഇതുപോലെ വാരി ചട്ടിയിലേക്ക് ചേർക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ താഴെ നമുക്ക് ഊർന്നു വരും. അങ്ങനെ നമ്മൾ ഉലുവ മുഴുവനും ചീനച്ചട്ടിയിലേക്ക് വാരിയിട്ടുണ്ട്. കൂടെ തന്നെ ഉലുവ കുതിർത്തിയ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും വെള്ളത്തിൽ ഉലുവ വേവിച്ചെടുക്കാൻ സാധ്യമല്ല. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കുക്കറിൽ വെച്ച് വേണമെങ്കിലും ഉലുവ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ചീനച്ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഉലുവ വെന്ത് വരട്ടെ. ഉലുവ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതുപോലൊരു നാളികേരം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം. ഇത് തിരുമിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഉലുവ നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റിയിട്ട് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഉലുവ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അതുവരെയാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടി വെക്കുവാണെങ്കിൽ ഉലുവ വേവാതെ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോകുന്നതാണ്. അപ്പൊ അതിനായിട്ട് ഉലുവ വീണ്ടും മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഉലുവ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് 400 ഗ്രാം അളവില് കരിപ്പട്ടി 1 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുത്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉലുവ വേവിക്കാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 1/2 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ ഉലുവ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഉലുവയിൽ ഉണ്ടായിരുന്ന വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ഉലുവ ഇതുപോലെ ഒന്ന് എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിലേക്ക് ആയി കിട്ടണം. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് കരിപ്പട്ടി ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കാം. കരിപ്പട്ടിക്ക് പകരമായിട്ട് ചക്കരയും എടുക്കാവുന്നതാണ്. കരിപ്പട്ടി ഉരുക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിലൊന്നും ഉരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു ചക്കരപ്പാനിയിൽ കിടന്ന് ഉലുവ നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചക്കരപ്പാനി വറ്റി വരും. അങ്ങനെ വരുവാണെങ്കിൽ മധുരം ഉലുവയിലേക്ക് പിടിച്ച് കിട്ടാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് കുറഞ്ഞ ഫ്ലെയിം വെച്ച് വേണം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചക്കരപ്പാനി ചേർത്ത് ഉലുവ നല്ലതുപോലെ തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പും ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഈ ചക്കരപ്പാനി ഒന്ന് വറ്റി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 1/2 മണിക്കൂർ നേരം ചെറിയ തീയിൽ വെച്ച് ചക്കരപ്പാനി വറ്റിച്ചു വന്നപ്പോഴേക്കും ഇതുപോലെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകം ചേർക്കാം. നല്ല ജീരകം ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ പ്രമേഹ രോഗിയൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്ന ഈ ഒരു ചക്കരയുടെ അളവ് വളരെ കുറച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പാചകമായതുകൊണ്ടാണ് ഇതിലേക്ക് 400 ഗ്രാം അളവില് ചക്കര ചേർത്തിട്ടുള്ളത്. നമ്മുടെ ചക്കരപ്പാനിയും ഉലുവയുമായിട്ട് നല്ലതുപോലെ പിടിച്ചു പാകമായി വന്നിട്ടുണ്ട്. കണ്ടോ, ചക്കരപ്പാനി മുഴുവനും തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ച നാളികേരം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് നേരമൊന്നും ഇതുപോലെ ഇളക്കി കൊടുക്കരുത്.
എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കൂടുതൽ സമയം ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ഇളക്കി കൊടുക്കരുത്. അങ്ങനെ വരുവാണെങ്കിൽ ഉലുവയെല്ലാം നല്ലതുപോലെ ഡ്രൈ ആയി വരാൻ സാധ്യത കൂടുതലാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കയും ചുക്കും കൂടി ചേർത്ത പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർക്കാം. നെയ്യ് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പ്രത്യേക ഒരു സ്വാദ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉലുവ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പാനിന്റെ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മറ്റൊരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്കൊരു 7 ദിവസത്തേക്ക് പുറത്ത് വെച്ച് സൂക്ഷിക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷമായിരിക്കണം ഉലുവ വിളയിച്ചത് പാത്രത്തിലേക്ക് മാറ്റാനായിട്ടും. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകൾ തയ്യാറാക്കി വെക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഉലുവ വിളയിച്ചതിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.